നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ആന മുക്കുന്നത് കണ്ട് അണ്ണാൻ മുക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. അതിപ്പോൾ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങൾക്ക് ഉചിതമായൊരു പഴഞ്ചൊല്ലായി മാറിയിരിക്കുന്നു. നമ്മുടെ ഗതാഗത മന്ത്രി ഗണേശണ്ണൻ മുൻപ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ, ഇപ്പോഴും അദ്ദേഹം വിദേശത്താണ്, അവിടെ കണ്ട ആധുനിക ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനങ്ങളാണ് ഒരു ദിവസം കൊണ്ട് നമ്മുടെ കൊച്ചു കേരള രാജ്യത്തിൽ നടപ്പിലാക്കാൻ നോക്കിയത്. അത് നടന്നില്ല എന്ന് മാത്രമല്ല, ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നവരുടെ എണ്ണം 10 ലക്ഷമായി വർദ്ധിക്കുകയും ചെയ്തു. എന്തായാലും ഈ വകയിൽ, അതായത് ടെസ്റ്റിനായി അടച്ച ഫീസ് മാത്രം 140 കോടി രൂപ ഖജനാവിൽ വന്നു എന്നൊരു ഗുണമുണ്ടായി. UAE പോലുള്ള രാജ്യങ്ങളിൽ ഗവൺമെൻറ് വകുപ്പിൽ തന്നെ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലത്ത് ബ്രിഡ്ജും കയറ്റവും ഇറക്കവും 1 വേയും 2 വേയും ഫാസ്റ്റ് ട്രാക്കും ഒക്കെ തുടങ്ങി സാധാരണ ഒരു മെട്രോപൊളിറ്റൻ നഗരത്തിൽ നമ്മൾ എങ്ങനെയാണോ ഡ്രൈവ് ചെയ്യുന്നത് അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ട വിശാല സൗകര്യം. നമ്മുടെ കൊച്ചു കേരളത്തിലോ ആരുടെയെങ്കിലും പുരയിടത്തിൽ അവിടെവിടെയായി വലിച്ചു കെട്ടിയ 4 റിബണുകൾക്കിടയിലൂടെ ഒരു 8 ഇരുമ്പ് കമ്പികൾക്ക് നടുവിലൂടെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഡ്രൈവിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ സർവ്വതും ഒറ്റയടിക്ക് മാറ്റണമെന്നൊക്കെ പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വലഞ്ഞു പോകത്തേയുള്ളൂ. ഇത് മന്ത്രിയും മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ആധുനിക സംവിധാനത്തിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇത്ര വേഗത്തിൽ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്കും വലിയ താല്പര്യമില്ല. അതാണ് നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. കാരണം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനെതിരെ സംസ്ഥാനത്ത് എല്ലായിടത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും അതിശക്തമായ സമരമാർഗങ്ങളൊന്നുമല്ല. എങ്കിലും ഉദ്യോഗസ്ഥർ സമരക്കാർക്കൊപ്പം എന്ന രീതിയിലാണ് ഇടപെടലുകൾ. പ്രതിഷേധം വിജയിക്കട്ടെ, പരിഷ്കാരങ്ങൾ സാവധാനത്തിൽ നടപ്പിലാക്കാം എന്നതാണ് ഉദ്യോഗസ്ഥരുടെ ഒരു മനോനില. നിലവിൽ ടെസ്റ്റിൻ്റെ എണ്ണം 30-ൽ നിന്ന് 40ആയി ഉയർത്തി. റോഡ് ടെസ്റ്റിന് ശേഷം മതി ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന സർക്കുലർ ഇറക്കി. ടെസ്റ്റ് വാഹനത്തിൽ 2ാമത്തെ ക്ലച്ചും ബ്രേക്കും പാടില്ല എന്ന നിബന്ധനയും 3 മാസത്തേക്ക് നീട്ടി. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ പാടില്ല എന്ന നിയമം 6 മാസത്തേക്ക് നീട്ടിയുമൊക്കെ പ്രതിഷേധ സമരക്കാർക്ക് അനുകൂലമായ തീരുമാനങ്ങളാണ് നിലവിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് യൂറോപ്യൻ സ്റ്റൈലിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാമെന്ന ഗണേഷ് മന്ത്രിയുടെ മർക്കട മുഷ്ടി ഇതോടെ പൊളിഞ്ഞു. ടെസ്റ്റുകൾ എല്ലായിടവും മുടങ്ങിയതോടെയാണ് ഗതാഗത വകുപ്പിൻ്റെ ഈ പിന്മാറ്റം. ഇത്തരം നിയന്ത്രണങ്ങളും വലിയ മാറ്റങ്ങളും ഏകപക്ഷീയമായി നടപ്പിലാക്കുവാനുള്ള മന്ത്രി തീരുമാനത്തിലുള്ള തിരിച്ചടി കൂടിയാണിത്. എന്തായാലും കാലത്തിനൊത്ത് നമ്മൾ മാറേണ്ടതുണ്ട്. ആധുനിക സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലും ഉറപ്പായും നടപ്പിലാക്കണം. എന്നാൽ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്ന സാധാരണക്കാരായവർക്ക് ഇത്തരം കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ കുറച്ച് സമയം അനുവദിച്ച് നൽകണം. മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, നല്ല മാറ്റങ്ങൾ നമുക്കും സ്വാഗതം ചെയ്യാം. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.